ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മമിത്രങ്ങളെ, നമ്മുടെ ഈ കുടുംബത്തിൽ നടക്കുന്ന നവരാത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ജ്ഞാനദാനയജ്ഞത്തിൽ ഇന്നത്തെ വിഷയമായിരിക്കുന്നത് ജനനി നവരത്നമഞ്ജരിയിലെ 8ാമത്തെ ശ്രുതിയായിരിക്കുന്ന സത്തായി നിന്നു പരിചിത്തായി രണ്ടൂരു മുത്തായി മൂന്നു അറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നമതിന്നത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി നീ. ജഗത്തിൻ്റെ ജനനിയായിരിക്കുന്ന അംബ ശാരദാംബയുടെ സിദ്ധി അഥവാ ശാരദാംബയുടെ അനിർവചനീയമായിരിക്കുന്ന ശക്തിവിശേഷത്തെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്. അമ്മയുടെ തിരുസ്വരൂപം എന്തെന്ന് അറിയുന്നതിന് സിദ്ധന്മാരായിരിക്കുന്ന യോഗികൾക്ക് പോലും, അതല്ല എങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള യോഗികളെ സംബന്ധിച്ച് പോലും അമ്മയുടെ സ്വരൂപത്തെ പൂർണ്ണമായിട്ടും അഥവാ മായാശക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ സത്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമാണ് ഭഗവാൻ ഇവിടെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇവിടെ ചിന്തനീയമായിരിക്കുന്ന ഒരു സംഗതി, സിദ്ധന്മാർ എന്ന് പറയുമ്പോൾ സിദ്ധപുരുഷനായിരുന്ന ആഴ്വാർമാരും അതേപോലെ തന്നെ നയിനാർമാരും ഒക്കെ ആയിരുന്നു തമിഴ് വംശപരമ്പരയിൽ ദേവതകളായിട്ട്, അല്ലെങ്കിൽ ദേവതകളെപ്പോലെ ആരാധ്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അത്തരം സിദ്ധപുരുഷന്മാരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അരുമാനൂർ ദേശത്തുള്ള നയിനാർ ക്ഷേത്രം, ആ നയിനാർ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സിദ്ധപുരുഷനായിരിക്കുന്ന നയിനാർ, ആ നയിനാർ ദേവതയെ നോക്കിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ഒരു വാക്കുണ്ട്: ജ്ഞാനോദയമേ യാതൊരുവേ നാമാതീല നർക്കതിയ യാനോ നീയോ ആദിപരം. നമ്മളിൽ ആരാണ് ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉദയമായിരിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനമായിരിക്കുന്ന അല്ലയോ സിദ്ധപുരുഷ നയനാറേ, ഇവിടെ നീയാണോ ഞാനാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം ഭഗവാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അത്തരം സിദ്ധപുരുഷന്മാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത, അല്ലെങ്കിൽ സിദ്ധപുരുഷന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അനിർവചനീയമായിരിക്കുന്ന മായാശക്തി, ആ മായാശക്തിയെക്കുറിച്ച് ഇത്രയും കൃത്യമായിരിക്കുന്ന ഒരു അവലോകനം, അങ്ങനെ വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. ഈ ഒരു പദ്യഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്തോത്രരത്നത്തിലൂടെ ഭഗവാൻ ഈ ഇത്തരം കൃത്യമായിരിക്കുന്ന ഒരു അവലോകനം നടത്തുമ്പോൾ ഗുരു അല്ലെങ്കിൽ ശ്രീനാരായണ ഭഗവാൻ എത്രത്തോളം ഉയരത്തിലായിരുന്നു, അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മായാശക്തിയെ അറിഞ്ഞിട്ട് തന്നെയാണ് ശ്രീനാരായണ ഭഗവാൻ ഇതിനെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുന്നത് എന്ന് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ലോകസംഗ്രഹ പ്രവർത്തനത്തിന് ഏർപ്പെടുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ ഒരു സ്ഥൂലമായിരിക്കുന്നൊരു ശരീരം ധരിച്ചുകൊണ്ട് പരബ്രഹ്മമൂർത്തിഭാവത്തിലൂടെ ഇവിടെ ലീലയാടി എന്ന് ശിവലിംഗദാസ് സ്വാമികളോട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ എന്തായിരുന്നു അല്ലെങ്കിൽ ആരായിരുന്നു എന്നുള്ളൊരു പരമാർത്ഥമാണ്. അവിടുന്ന് ജന്മം കൊണ്ട് തന്നെ പൂർണ്ണ ബ്രഹ്മമായി വിരാജിച്ചിരുന്നു. ദിവ്യശ്രീ ചൈതന്യസ്വാമികൾ ഗുരുഷ്പാഞ്ജലി മന്ത്രത്തിൽ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു മന്ത്രത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശ്രീനാരായണ ഭഗവാന്റെ മുന്നിൽ തന്നെ വെച്ചു കൊടുക്കുകയും ഭഗവാൻ അതിനെ ശരി എന്നുള്ള അർത്ഥത്തിൽ തന്നെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. ഇവിടെയാണ് അഖണ്ഡബോധം അതിൻ്റെ സ്പന്ദനത്തിൽ ആവിർഭവിക്കപ്പെടുന്ന
എന്ന് പറയുന്ന ശക്തിവിശേഷം നിർവചനീയമായിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്ത്, നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്തെന്ന് പറയാൻ പറ്റും, നമ്മളൊക്കെ സാധാരണക്കാരായിരിക്കുന്ന ആളാണ്. അപ്പോൾ സിദ്ധപുരുഷന്മാരുടെ ചിന്തയ്ക്ക് പോലും വിഷയമാകാത്ത അല്ലെങ്കിൽ ചിന്തയ്ക്കും അപ്പുറത്ത് അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് പോലും അനുഭവിച്ചറിയാൻ പറ്റാത്ത അത്രയും ഉയരത്തിലുള്ള അത്രയും ശക്തി വിശേഷത്തിനുടമയായിരിക്കുന്ന മായാശക്തിയെ ശ്രീനാരായണ ഭഗവാൻ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ പകർന്നു തരികയും ചെയ്യുന്ന ദിവ്യമായിരിക്കുന്ന ഒരു സ്തോത്ര രത്നമാണ് ജനനി നവമഞ്ജരി. തീർച്ചയായിട്ടും ഈ ഒരു സ്തോത്ര രത്നത്തെ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. തന്നെയുമല്ല, ശാരദാംബയുടെ, ആ ജനനിയുടെ, ആ മായാശക്തിയുടെ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അല്ല മായാശക്തിയിലാണ് പ്രപഞ്ചം അഥവാ ഈ ഈശ്വര സങ്കല്പങ്ങളും ദേവതാ സങ്കല്പങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ളത് വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു കൃതിയെ സമീപിക്കുകയും ഇതിനെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു പദ്യഭാഗത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടിയിട്ട് നമ്മളൊന്ന് ബോധ്യപ്പെട്ടു പോകുന്ന ഒന്നായിരിക്കും. പുറമേ സത്തായിട്ട് നിൽക്കുന്ന, സത്തായി നിന്ന് ഉപരി ചിത്തായി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സത്തും ചിത്തും ആനന്ദവും കലർന്നിട്ടൊരു മുത്തായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ മുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യരൂപത്തിൽ കാണുന്ന ഒരു മുത്തിനെ അല്ല അവിടെ കാണേണ്ടത്. മുത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ഗോളാകൃതിയിലുള്ള ഒരു വസ്തു, അതിന് ചെറിയൊരു ദ്വാരം ഉണ്ടാവും, ഒരു നൂല് അല്ലെങ്കിൽ ഒരു തന്തുവിനെ കടത്തിവിടാൻ പറ്റുന്ന ഒരു ചെറിയ ദ്വാരം ഉണ്ടാവും. അത് സൂക്ഷ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ മുത്ത് എന്നുള്ള പ്രയോഗം ഇവിടെ സൂക്ഷ്മ തത്വത്തെ ആണ് ബോധിപ്പിക്കുന്നത്. ബാഹ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ജഡവസ്തുക്കളെ പേര് നിൽക്കുന്ന ആ സൂക്ഷ്മതത്വം, ആ സൂക്ഷ്മതത്വത്തെ അനുഭവിച്ചറിയുന്നതോടുകൂടിയിട്ട് അവിടെ ആനന്ദാവസ്ഥ സംജാതമാകുന്നു. അത്തരം ആനന്ദാവസ്ഥയിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ സൂക്ഷ്മതത്വത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നാം അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയത്തിനെ മനസ്സിലാക്കി തരുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയാൻ പാടില്ല, അഹങ്കാരം, ഞാനെന്നുള്ള ഒരവസ്ഥ, ഞാനെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളെ, അത് ബാഹ്യമായിരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു ജ്ഞാനമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ജ്ഞാനത്തിനെയാണ് ഇവിടെ അഹങ്കാരമെന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം അഹങ്കാരങ്ങളെയൊക്കെ അനുഭവിച്ചറിയുന്നൊരു മനസ്സുണ്ട്. ആ മനസ്സിനെ അല്ലെങ്കിൽ ചിത്തമുണ്ട്. ആ ചിത്തത്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ആകെ ഇരിക്കുന്ന സകല ജീവജാലങ്ങളെ സകലതിനെയും സൃഷ്ടമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സൃഷ്ടമായിരിക്കുന്നത് ഈ മായാശക്തിയിലാണെന്നും ആ മായാശക്തിയുടെ അല്ലെങ്കിൽ അനുഭവം ഒരുപക്ഷെ സിദ്ധന്മാർക്കുണ്ടാവാം, പക്ഷെ മായാശക്തി എന്താണെന്ന് അവർക്ക് അതിനെ പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനായിട്ട് ഇതുവരെ സാധിക്കാത്ത അനിർവചനീയമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് മായ എന്ന് പറയുന്നതും എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഭഗവാൻ ഈ മായാശക്തിയെ അതിൻ്റെ 9 രത്നങ്ങളിലൂടെ 9 ഭാവങ്ങളിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. തീർച്ചയായിട്ടും എല്ലാ സജ്ജനങ്ങളും ഈ കൃതിയെ ഉപാസിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. എല്ലാവർക്കും ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്കൊക്കെ ചെന്ന് ചേരാൻ കഴിയുന്ന ആ പൂർണ്ണ ബ്രഹ്മത്തിലേക്കാണ്. ആ പൂർണ്ണ ബ്രഹ്മത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ കൃതിയെ ഉപാസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, ശാരദാംബയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.